അല്പസമയം മുൻപാണ് ആർജിക്കർ ബലാത്സംഗ കൊലപാതക കേസിൽ ശിക്ഷാവിധി വന്നത്. ഇപ്പോൾ അതിന്മേലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയ കോടതി വിധി തൃപ്തികരമല്ല എന്ന് ജൂനിയർ ഡോക്ടേഴ്സ് പറയുന്നു. കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് ജൂനിയർ ഡോക്ടേഴ്സിന്റെ തീരുമാനം. ജൂനിയർ ഡോക്ടേഴ്സ് സിയാൽദ കോടതിക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. കോടതി വിധിയിൽ തൃപ്തിയില്ല എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നേരത്തെ തന്നെ അതൃപ്തിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് അത് കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടേത് ഉൾപ്പെടെ പ്രതികരണം എന്താണ്? അനുജ, സിയാൽദ കോടതിയിൽ നിന്നും വിധി വന്നതിന് പിന്നാലെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നാണ്. വിധിയിൽ തനിക്ക് തൃപ്തിയില്ല എന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. താനടക്കമുള്ളവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മമതയുടെ ഭാഗത്തു നിന്നും ഒരു കുറ്റപ്പെടുത്തലും ഉണ്ടായിരിക്കുകയാണ്. കേസ് തുടക്കത്തിൽ നിന്ന് തന്നെ തങ്ങളുടെ കൈവശം നിന്നും CBIയെ ഏൽപ്പിച്ചു എന്നും മമത കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ജൂനിയർ ഡോക്ടേഴ്സ് ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരും എന്ന് അറിയിച്ചിരിക്കുന്നു. വിധിയിൽ തൃപ്തിയില്ല എന്നറിയിച്ച ജൂനിയർ ഡോക്ടേഴ്സിന്റെ സംഘടന മേൽക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഈ വിധി കേൾക്കുന്നതിനായി കോടതി പരിസരത്ത് നൂറുകണക്കിന് റെസിഡന്റ് ഡോക്ടേഴ്സ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവർ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധത്തിലാണ്. ഇവരെ നിരാശരാക്കുന്ന ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഈ പ്രതിഷേധക്കാരുടെ പ്രതികരണം. കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ സിയാൽദ കോടതിക്ക് പുറത്ത് ഇരയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ആരംഭിച്ചു. അനുജ, ശരി, അങ്ങനെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ ആ ശിക്ഷാവിധി അല്ലെങ്കിൽ അതിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൂനിയർ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം, അവർ മേൽക്കോടതിയെ സമീപിക്കും. ഇപ്പോൾ കോടതിക്ക് മുന്നിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ജൂനിയർ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, വലിയ പ്രതിഷേധം കോടതിക്ക് മുന്നിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മേൽക്കോടതിയെ ഇവർ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ പ്രതികരണം ലഭിച്ചിരുന്നു. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ മാതാപിതാക്കൾ ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിനായി ഏതറ്റം വരെയും തങ്ങൾ പോകും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ കോടതി വിധി വരാനിരുന്ന സാഹചര്യത്തിൽ പോലും അവർ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കിയത്. ആദ്യ ദിവസം ഈ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശനിയാഴ്ചത്തെ കോടതി വിധിക്ക് പിന്നാലെ പിതാവ് കോടതി മുറിയിൽ കുഴഞ്ഞു വീണിരുന്നു. നന്ദി കോടതിയെ അറിയിച്ചിരുന്നെങ്കിൽ പോലും തങ്ങൾ പൂർണ്ണ തൃപ്തരല്ല എന്നാണ് മാതാപിതാക്കൾ പ്രതികരിച്ചത്. ഈ കോടതിയിൽ നിന്നും ഈ ശിക്ഷാവിധി വന്ന ശേഷമുള്ള മാതാപിതാക്കളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്നാൽ ഇവരുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ വിധിയിൽ തൃപ്തരല്ല എന്ന പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ കൊൽക്കത്ത അടക്കമുള്ള ഇടങ്ങളിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഈ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ തങ്ങളുടെ മകൾക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോടതി വിധിക്ക് പിന്നാലെ വീണ്ടും തെരുവിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഈ സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക്, കൊൽക്കത്ത നഗരം ദിവസങ്ങളോളം സ്തംഭിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ കോടതിക്ക് പുറത്ത് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിധി അതിൽ തൃപ്തികരമല്ല, അതിനുശേഷമാണ് തുടർന്നാണ് ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം കോടതിക്ക് മുന്നിൽ തുടരുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് അവർ.